₹1499 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വന്നിട്ട് ₹1699 എത്തി നിൽക്കുന്ന ബോട്ട് എയർഡോപ്സ് 161 ANCന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ ഒരു ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു 161 ANC വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷത എന്ന് മനസ്സിലാകുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോർ വന്നു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്നതാണ് ജസ്റ്റ് അൺബോക്സ്ഡ് പീസ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് എയർഡോപ്സ് 161 ANC. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്. മാറ്റ് ഫിനിഷ് ആണ് 90%, എന്നാൽ ഒരു 10% ഗ്ലോസി ഫിനിഷ് ഡിസൈനും നമുക്ക് കാണാം. ബോട്ടിന്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്, തൊട്ടടിയായിട്ട് ഒരു LED ഇൻഡിക്കേറ്ററും ഏറ്റവും അടിയിലൊരു ടൈപ്പ് സി പോർട്ടും കാണാവേ. ഈ LED ഇൻഡിക്കേറ്റർ ആക്ച്വലി നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 4 സെക്കൻഡ് ആക്ച്വലി ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 30% താഴെ മാത്രമേ ഈ കേസിൽ ബാറ്ററി ഉള്ളൂ. എന്നാൽ നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് സോൾഡ് ആയിട്ട് ആ ഒരു വൈറ്റ് കളറിൽ LED ഇൻഡിക്കേറ്റർ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാം 30% മുകളിലാണെന്നുള്ളത്. സോ ഇനി നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു LED ഇൻഡിക്കേറ്റർ നമുക്ക് എങ്ങനെ ബാറ്ററി ലെവൽ മനസ്സിലാക്കാന്നുള്ളത്. ഇനി ഒരു ബാറ്ററി കപ്പാസിറ്റി ആൻഡ് പ്ലേ ബാക്ക് ടൈമിലേക്ക് വരുവാണെങ്കിൽ 500 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു കേസ് നമുക്ക് ലഭ്യമാകുക. കൂടാതെ അപ് ടു 50 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം വിത്തൗട്ട് ANC. എന്നാൽ നമ്മൾ ANC ഓൺ ആക്കുവാണെങ്കിൽ അത് അങ്ങോട്ട് അപ് ടു 40 hours പോകും. 1.5 hours വേണം 100% ഇത് ചാർജ് ആകാനുണ്ട്. 5V2A 10 wattsന്റെ അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടാതെ ടൈപ്പ് സി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 150 മിനിറ്റും കമ്പനി ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇനി ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 1500 റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ 2000ന്റെ അത്രയും ആ ഒരു ക്വാളിറ്റി ലിഡിൽ എനിക്ക് കിട്ടുന്നില്ല. എന്നാൽ ഒരു 1500 ഓക്കെ ആണ്, നോ പ്രോബ്ലം കേട്ടോ. പിന്നെ നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരെടുക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകും. കാരണം എന്താ, അതിനകത്ത് IWP ഇൻസ്റ്റാ വേക്കൻറ്റ് പെയർ ടെക്നോളജി ഉണ്ട്. ഇനി ആ ഒരു ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളതും കോമ്പാക്ട് സൈസോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡ് നമുക്ക് ലഭ്യമാകുക. നല്ല രസമുണ്ട് ഡിസൈൻ കാണാനായിട്ട്. ബോർഡിന് ലോഗോ പറയലുണ്ട്, തൊട്ട് മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ LED ഇൻഡിക്കേറ്റർ ആക്ച്വലി നമ്മൾ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് കത്തത്തില്ല, എന്നാൽ പെയറിങ് സമയത്ത് ആക്ച്വലി ഇതിലങ്ങോട്ട് പച്ച ചോപ്പ് നീല ചോപ്പ് ഇങ്ങനെ കളർ ഇങ്ങോട്ട് മെഞ്ഞി മാഞ്ഞുകൊണ്ട് ഇങ്ങനെ അതായത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ 35 mAh വീതം ഓരോ ഇയർബഡുകളിലും ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വിത്തൗട്ട് ANCയിൽ നമുക്ക് സിംഗിൾ പ്ലേ ടൈം 6 മണിക്കൂർ കിട്ടും. എന്നാൽ ANC ഓൺ ആക്കുവാണെങ്കിൽ 5 മണിക്കൂറും പറഞ്ഞുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളൊരു 60% പാട്ട് കേട്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക, നമ്മൾ 100% കേൾക്കുവാണെങ്കിൽ 6 എന്ന് പറയുന്നത് നേരെ അങ്ങോട്ട് 4ലേക്കോ 3ലേക്കോ പോകാൻ ചാൻസ് ഉണ്ട്. ANC ഓൺ ആക്കിയിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും 5 എന്ന് പറയുന്നത് 2 മണിക്കൂറോ അല്ലെങ്കിൽ 2.5 മണിക്കൂറിലേക്കും ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 60% കേൾക്കുക, അതാണ് കുറച്ച് ബെറ്റർ. പിന്നെ ചെവിയുടെ ഹെൽത്തിനും ഏറ്റവും നല്ലത് പറഞ്ഞത് ഒരു 50 അല്ലെങ്കിൽ 60% പാട്ട് കേൾക്കുന്നതാണ്. കൂടാതെ ഇയർബഡുകൾ 100%ലേക്ക് ചാർജ് ആകാനായിട്ട് 35 മിനിറ്റും വേണം. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിന് വേറൊരു സംശയമില്ല. എന്തായാലും ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് നമ്മളിപ്പോൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുവാണെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും അതുപോലെ തന്നെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ അത് അങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ഇടതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള 50 ms ബീസ് മോഡ് അങ്ങോട്ട് ഓൺ ആവും. വീണ്ടും അതേപോലെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ അത് അങ്ങോട്ട് ഓഫ് ആവും. കൂടാതെ ക്വാഡ് ടാപ്പ് നമ്മളിപ്പോൾ റൈറ്റിലാണെങ്കിലും ലെഫ്റ്റിലാണെങ്കിലും ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഇയർബഡുകൾ അങ്ങോട്ട് റീസെറ്റ് ആവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ വലുതിൽ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള 32 dBന്റെ ANC മോഡ് അങ്ങോട്ട് ഓൺ ആകും. വീണ്ടും നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ട്രാൻസ്പെറൻസി മോഡ് വീണ്ടും നമ്മൾ ചെയ്യുവാണെങ്കിൽ ഓഫ് ആവും. കൂടാതെ ഇടതിൽ നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് EQ മോഡ്സ് ഉണ്ട് 2, ഒന്ന് സിഗ്നേച്ചർ സൗണ്ടും മറ്റൊന്ന് നോർമൽ ബാലൻസ്ഡ് ഔട്ട്പുട്ടും. അത് അങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റും. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ 5 സെക്കൻഡ് ഇപ്പോൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് ഓഫ് ആവുന്നതാണ്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ മൂവീസ് കാണുക, ഒരാൾക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് 32 dBയുടെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അത് ഓൺ ആക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട്, അതായത്
ക്രൗഡിൻ്റെ ആ ഒരു സംഭവം കുറച്ചുകൂടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 32 GB അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ സഹായിക്കും. എന്നാൽ ഭയങ്കര വലിയ രീതിക്ക് അത് അങ്ങോട്ട് ക്ലോസ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം 32 GB എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. ആദ്യമായിട്ടൊരു ANC ഇയർബഡ് വാങ്ങിക്കുവാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആക്ച്വലി ഇതുകൊണ്ട് നമുക്ക് യൂസ് ഉള്ളൂ. അതായത് 30 ആയാലും 32 ആയാലും എല്ലാം തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. സോ വീണ്ടും പറയാനുള്ളത് ജസ്റ്റ് ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മാത്രം അങ്ങോട്ട് വാങ്ങിക്കുക. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് Airdopes 161 ANC നിന്നും ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഔട്ട്ഡോർ ആണെങ്കിൽ ഭയങ്കര വലിയ സൗണ്ട് ഒന്നുമില്ല. ഞാൻ എന്തായാലും നോർമലിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ANC ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്ക് വിധമുണ്ട്. ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മളിത് വാങ്ങിക്കുവാണെങ്കിൽ ഇത് വാങ്ങിച്ചാൽ വർക്ക് ബൈങ് ആകും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടിട്ടാൽ പോലും അങ്ങനെ യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിൽ. എന്നാൽ 1% പാട്ടുകളിൽ ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കാം. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ കേട്ടത് തന്നെ ഏക്കണ്ട ട്രിബിൾ മേക്കർ എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഡിസ്ട്രാക്ഷൻ ഫീൽ എനിക്ക് കിട്ടി. ഭയങ്കര വലുതായിട്ടില്ലായിരുന്നു, എന്നാൽ പോലും എനിക്കൊരു അരോചകത്വം ഫീൽ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് സൗണ്ട് കുറയ്ക്കേണ്ട അവസ്ഥ വന്നു. അതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഡ്യുവൽ EQ മോഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ബോട്ട് സിഗ്നേച്ചർ സൗണ്ടും, രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്ക് ബാലൻസ്ഡ് മോഡ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷേ ഈ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഉണ്ടല്ലോ അതിൽ ഒട്ടും ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിക്ക് അല്ലെങ്കിൽ കൂതരാക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ സിഗ്നേച്ചർ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫീൽ കിട്ടുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ. അതായത് ഒരു മായാജാലം പോലെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെച്ചേക്കുന്ന സംഭവം, അതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത്. അല്ലാണ്ട് സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ സൗണ്ടൊന്നും അല്ലെങ്കിൽ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല. പിന്നെ ബേസ് നല്ല രീതിക്ക് ഡോമിനേറ്റഡ് ആണ് ആക്ച്വലി ഈ ഒരു സിഗ്നേച്ചർ സൗണ്ടിൽ. ഇവിടെ ഈ ഒരു ബാലൻസ് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ബേസേ ഇല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കേട്ടാൽ പോലും അവിടെ ബേസ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അതായത് കൂതറാക്കി വെച്ചേക്കുന്നു ബാലൻസ്ഡ് ഔട്ട്പുട്ട്. എന്നാൽ സിഗ്നേച്ചറിലേക്ക് നിങ്ങൾ ആ സമയത്ത് അങ്ങോട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ ബേസ് ഒക്കെ ആയിട്ട് ഒരു പാട്ട് അങ്ങോട്ട് കേൾക്കും. അതായത് ബോട്ടിന്റെ സിഗ്നേച്ചർ സൗണ്ട് ഭയങ്കര സംഭവം തന്നെ എന്ന് നമുക്ക് തന്നെ മനസ്സിൽ തോന്നും. അതിനൊരു റീസൺ ഞാൻ വീണ്ടും പറയാനുള്ളത്, ഒരെണ്ണം അങ്ങ് വളരെ കൂതറാക്കി വെച്ചേക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക, ബാലൻസ് സൗണ്ടും നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ വേറൊരു സംശയമില്ലായിരുന്നു. ബേസ് ലവറിന് ഇത് ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഭയങ്കര വലിയ ബേസ്, അതായത് ഒരു ഡീപ്പ് ബേസ് നല്ല രീതിക്ക് ഡോമിനേറ്റഡ് അല്ല, എന്നാൽ ബേസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് തലമണ്ടയ്ക്ക് ഇടിച്ചു പൊളിക്കുന്ന രീതിക്കുള്ള ഒരു ബേസ് ഉണ്ടല്ലോ, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം അത്രയും വലിയൊരു ബേസ് എനിക്ക് ഇവിടെ കിട്ടിയില്ല. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു ഇയർബഡുകൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കണ്ണും പൂട്ടി ഉപയോഗിച്ചുള്ളൂ, നോ പ്രോബ്ലം, ഡാമേജ് ആവത്തില്ല. എന്നാൽ IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവി റെയിനിൽ പോലും യൂസ് ചെയ്യാൻ കേട്ടോ. പക്ഷേ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ പിക്കപ്പ് പോയിന്റ് ഉണ്ട്. വാറണ്ടി ക്ലെയിം ചെയ്യണമെങ്കിൽ നേരെ അങ്ങ് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ സാധനം നമ്മുടെ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വാറണ്ടി അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്ന കാര്യത്തിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. ഞാൻ ഓൾറെഡി ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ഓഫ്ലൈൻ വഴിയൊക്കെ വാറണ്ടി ക്ലെയിം ചെയ്ത എക്സ്പീരിയൻസ് നമ്മുടെ ചാനലിൽ ഷെയറും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 50 ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ട്രിഗറിന് കൈയെടുക്കുമ്പോഴത്തേക്ക് സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. പിന്നെ നിങ്ങളുടെ കയ്യിലൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും SBC കോഡക്കിൽ മാറ്റിയതിന് ശേഷം ഒന്ന് കളിച്ച് നോക്കിയാൽ ആ ഒരു പക്കാ 50 ms തന്നെ കിട്ടും കേട്ടാ. ഇപ്പോൾ ഞാനിപ്പോൾ കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് AAC കോഡൊക്കെ ആയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു പൊട്ടിക്ക് ഡിലേ ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഒരു വയേർഡ് ഇയർഫോൺ വാങ്ങിച്ചിട്ട് കളിക്കുക. ബ്ലൂടൂത്ത് ഡിവൈസുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അതിപ്പോൾ 40 ms അല്ല 35 ms ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു ഡിലേ നമുക്ക് പൊടിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോട്ട് Airdopes 161 ANC കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വന്നത്. 1500 അതായത് സ്പെഷ്യൽ ലോഞ്ച് ഓഫർ. ഇനി അതല്ല നോർമൽ റേറ്റ് ആയ 1700 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർക്കിംഗ് ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാൻ പറയുന്നത് ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് വേണം. പിന്നെ മൈക്കോൾട്ട് നിങ്ങൾ ഓൾറെഡി കേട്ടല്ലോ, അതുമൊക്കെ വെച്ച് അത്യാവശ്യം നല്ല വെയറിംഗ് കംഫർട്ടും ലൈറ്റ് വെയിറ്റും ആയിട്ടുള്ള ഒരു ഇയർബഡ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പിന്നെ ഭയങ്കര ഡീപ്പ് ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ നോക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ആ ഒരു സിഗ്നേച്ചർ സൗണ്ട് ആണെങ്കിൽ പോലും ബേസ് നിങ്ങൾക്ക് ആ ഒരു തലമണ്ട അടിച്ച് പൊളിക്കുന്ന രീതിക്കുള്ള ഒരു ബേസ് ഇവിടെ ഇല്ല കേട്ടോ. എന്നാൽ എന്താ പറയുക, അത്യാവശ്യം നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ബേസ് ലവർ ആണോ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വലിയൊരു ബേസ് ലവർ അല്ല, പക്ഷേ എനിക്ക് ബേസ് ഇഷ്ടമാണ്. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ബേസിൽ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം പലരും എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറയാനുണ്ട് ഞാൻ ബേസ് ഉണ്ടെന്ന് പറയുന്നത് പോലും അവർക്ക് ബേസ് അത് പോരാന്ന് പറയുന്നൊരു പ്രവണത. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഭയങ്കര വലിയ ആ ഒരു തലമണ്ട ഇടിച്ച് പൊളിക്കുന്ന രീതിക്കുള്ളൊരു ബേസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും അത് ഇതിനകത്ത് കിട്ടത്തില്ല. ആ സിഗ്നേച്ചർ സൗണ്ടിലാണെങ്കിലും പിന്നെ ആ ഒരു ബാലൻസ്ഡ് സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ്. സോ നിങ്ങൾക്ക് എന്താ പറയുക, മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുള്ള ആൾ, ബേസ് ഇഷ്ടമാണ്, ബേസ് ഭയങ്കര വലിയ ബേസ് ലവർ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നത് തെറ്റൊന്നും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, 1500 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കട്ടോ. സ്പെക് വൈസ് ഉറപ്പായിട്ടും നല്ലൊരു പ്രോഡക്റ്റ് ആണ്, അതിൽ വേറെ ഒരു സംശയമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബില്യൺ ഡേയ്സിൽ 1500 വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അതിനേക്കാളും കുറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ റേറ്റ് കുറയാനും ചാൻസ് കുറവാണ്, കാരണം പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ. എന്തായാലും 1500 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഉറപ്പായിട്ടും കണ്ണും മൂടി വാങ്ങിച്ചോളൂ. 161 ANC ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോട്ട് എയർഡോപ്സ് 161 ANCനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീണ്ടും പറയാനുള്ളത്, നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത് ഈ ഒരു 161 ANC നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റോളോ ദീപ് സ്റ്റോളോ തന്നെ അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ മേടിച്ചത് 1490 രൂപയ്ക്കാണ്, അതിനേക്കാളും കാശ് കുറച്ച് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ. ജസ്റ്റ് അൺബോക്സ്ഡ് പീസ് മാത്രമാണെന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തായാലും അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.